ഹേ ഓൾ, ഞാനങ്ങനെ വീണ്ടും എത്തി. വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട്. ഇത് മുമ്പത്തെ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്രാവശ്യം ഞാൻ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. എങ്ങനെയാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണിച്ച് അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൾക്കാരെങ്ങനെയാണ് പറയാന്നുള്ളത് കാലത്തോട്ടേ ഞാൻ വീഡിയോസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിവിടെ വന്ന് ക്യാമറയുടെ മുന്നിൽ ട്രൈ ചെയ്തപ്പോൾ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കോമഡി ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പ്ലനേഷനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അലമ്പാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അതായത് എൻ്റെ ഈ ഒരു കംഫർട്ട് സോണിൽ ഞാൻ സംസാരിക്കാം. അടുത്ത പ്രാവശ്യവും പോകെയും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പോകെ നമുക്കത് ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗെറ്റ് റെഡി വിത്ത് മീ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ വലിയ ഡേറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിലോ പോണതായിരിക്കുമെന്ന്. അല്ല, ഞാൻ എവിടേക്കാണ് പോണേന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം കേട്ടോ. ഇതുപോലെ തന്നെയാണോ എല്ലായിടത്തും പോകുമ്പോൾ ഒരുങ്ങണേന്ന് ചോദിച്ചാൽ അല്ല, ഇതിലും നന്നായിട്ടാണ് ഒരുങ്ങൽ. അതായത് മേക്കപ്പിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞേ. നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നന്നായിട്ട് ഔട്ട്ഫിറ്റും ഡ്രസ്സപ്പും ഒക്കെ ചെയ്ത് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ചധികം മേക്കപ്പ് കൂടുതലാണെന്നുള്ളത് എല്ലാവരും പറയലുണ്ട്. ഞാനിടുന്നത് കൊണ്ട് തന്നെ അറിയാമല്ലോ, കുറച്ചധികം കൂടുതലുണ്ടാവും. എനിക്കതെന്തോ കുറച്ച് ഇഷ്ടമാണ്. നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പണ്ട് മുതലേ മേക്കപ്പ് കൂടുതലായിട്ട് ചെയ്യുന്ന ആ ഒരു ടാഗ് ഉണ്ടല്ലോ, ആ ഒരു കളിയാക്കൽ ടാഗ്, അത് പണ്ട് തൊട്ടേ എനിക്കുണ്ട്. ആ ടാഗ് ഞാൻ മാറ്റാനും പോയിട്ടില്ല. കാരണം എനിക്കിഷ്ടമുള്ളത് പോലെയാണല്ലോ ഞാൻ ജീവിക്കേണ്ടത്. എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് അത്രയേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ളത് പോലെ തന്നെ ഒരുങ്ങി ഇഷ്ടമുള്ളത് പോലെ മേക്കപ്പ് ഇട്ട് ഇഷ്ടമുള്ളത് പോലെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ അസൂയാണെന്ന് ഏവർക്കൊക്കെ വെറുതെ ആവശ്യമില്ലാതെ കളിയാക്കാം. അപ്പം അത് പോട്ടെ, അവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇനി ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മേക്കപ്പ് ഒരു ചായ കുടിക്കാൻ പോണതാണ്. ഇപ്പോൾ വിചാരിക്കും ഒരു ചായ കുടിക്കാൻ പോകുന്നതിനാണോ ഞാൻ ഇങ്ങനെ ഒരുങ്ങണേന്ന്. അതെ, എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുക. എവിടെ പോയാലും കുറച്ച് നന്നായിട്ട് ഒരുങ്ങി പോകണമല്ലോ, അങ്ങനെയല്ലേ? അതുകൊണ്ട് ഞാനിങ്ങനെയാണ് പോലെ. അപ്പം ശരി, എന്നാൽ ഞാൻ പോട്ടെ.